ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പുസ്തകങ്ങൾ നമ്മുടെ സുഹൃത്താണെന്നും പുതുചിന്തകൾ മനസ്സിൽ നിറയ്ക്കാൻ വായന സഹായിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ 3 തദ്ദേശ വാർഡുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വിഴിഞ്ഞത്തും പായിമ്പാടത്തും വിജയം നേടി യുഡിഎഫ്, ഓണക്കൂറിൽ എൽഡിഎഫിന് വിജയം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ നാളെ തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. മകരവിളക്കിനുള്ള മുന്നൊരുക്കങ്ങൾ ശബരിമലയിൽ പൂർത്തിയായി. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം നാളെ. ലൈംഗിക പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ 3 ദിവസത്തെ എസ്ഐടി കസ്റ്റഡിയിൽ വിട്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പുസ്തകങ്ങൾ നമ്മുടെ സുഹൃത്താണെന്നും പുതുചിന്തകൾ മനസ്സിൽ നിറയ്ക്കാൻ വായന സഹായിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 4ാമത് കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറയെ രൂപപ്പെടുത്തുക എന്ന ദൌത്യമാണ് പുസ്തകോത്സവം നിർവഹിക്കുന്നതെന്നും കേരള നിയമസഭ മുന്നോട്ടുവച്ച ഈ മാതൃക രാജ്യത്തെ മറ്റ് നിയമസഭകളും പിന്തുടരണമെന്നും ഗവർണർ പറഞ്ഞു. സ്പീക്കർ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മൌറീഷ്യസ് മുൻ പ്രസിഡന്റ് അമീന ഗുരീബ് ഹക്കീം മുഖ്യപ്രഭാഷണം നടത്തി. ഈ മാസം 7 ആരംഭിച്ച പുസ്തകോത്സവത്തിൽ 180ലേറെ പ്രസാധകർ പങ്കെടുത്തു. 300ഓളം പുസ്തക പ്രകാശനങ്ങളും 75ലേറെ പുസ്തക ചർച്ചകളും ഇതിന്റെ ഭാഗമായി നടന്നു. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറിയ മെഗാഷോയും തെയ്യവും കാണാൻ ആയിരങ്ങളാണ് നിയമസഭാ മന്ദിരത്തിലേക്ക് ഒഴുകിയെത്തിയത്. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവച്ച 3 തദ്ദേശ വാർഡുകളിൽ 2 യുഡിഎഫിനും 1 എൽഡിഎഫിനും ജയം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ യുഡിഎഫിന്റെ കെഎച്ച് സുധീർ ഖാൻ 83 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡിൽ 222 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി കൊരമ്പയിൽ സുബൈദ വിജയിച്ചത്. എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂറിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി സി ബി രാജീവ് 221 വോട്ടുകൾക്ക് വിജയം നേടി. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ ജനുവരി 12-നകം സമർപ്പിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. കൃത്യമായ കാരണങ്ങൾ ഇല്ലാത്ത സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കുമെന്നും അവർക്ക് അടുത്ത 5 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനാവില്ലെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. കണക്ക് സമർപ്പിക്കാത്തവർക്കും ഇതിനകം കണക്ക് സമർപ്പിച്ചതിൽ അപാകതകൾ കണ്ടെത്തിയവർക്കും കമ്മീഷൻ സെക്രട്ടറി നോട്ടീസ് നൽകും. മതിയായ വിശദീകരണം ഇല്ലെങ്കിലാകും അവരെ അയോഗ്യരാക്കുകയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആകാശവാണിയോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 75,627 സ്ഥാനാർത്ഥികളിൽ 56,173 പേർ ഓൺലൈനായി കണക്ക് സമർപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നേരിട്ട് കണക്ക് സമർപ്പിച്ചവരുടെ എണ്ണം ഉൾപ്പെടാത്ത കണക്കാണ് ഇത്. നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, പാർക്കുകൾ തുടങ്ങി എല്ലാ പൊതു ഇടങ്ങളും ഭിന്നശേഷി സൌഹൃദമായി മാറിക്കഴിഞ്ഞെന്ന് മന്ത്രി ആർ ബിന്ദു. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ സംഘടിപ്പിച്ച ഭിന്നശേഷിക്കാർക്കുള്ള സൈഡ് വീൽ സ്കൂട്ടറിന്റെയും മറ്റ് ആനുകൂല്യങ്ങളുടെയും വിതരണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിവിധ സഹായ ഉപകരണങ്ങൾ സൌജന്യമായി നൽകുന്നതിലൂടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തടസ്സരഹിത സാമൂഹിക ജീവിതം ഉറപ്പാക്കുന്നതിന് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ നാളെ തിരിതെളിയും. തേക്കിൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 18 വരെ നീളുന്ന കലാമാമാങ്കത്തിൽ 25 വേദികളിലായി 15,000-ലേറെ പ്രതിഭകൾ മാറ്റുരയ്ക്കും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. കൌമാര പ്രതിഭകളുടെ കലാവിരുന്നിനുള്ള വേദികൾ, താമസം, ഭക്ഷണം, യാത്ര, സ്വീകരണം തുടങ്ങി എല്ലാ മേഖലകളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. പ്രധാന വേദിയിലെ ദീപാലങ്കാരം, കുറ്റമറ്റ ശബ്ദ സംവിധാനം, ഇലക്ട്രിക്കൽ പരിശോധനകൾ എന്നിവ പൂർത്തിയായിട്ടുണ്ട്. ദിവസേനയുള്ള മെനുവും ഭക്ഷണ വിതരണത്തിനുള്ള കൂപ്പണുകളും വിതരണ സംവിധാനവും സജ്ജമാണ്. മത്സരക്രമം സംബന്ധിച്ച ക്ലസ്റ്റർ ലിസ്റ്റുകളും തയ്യാറാക്കി കഴിഞ്ഞു. വിധി നിർണ്ണയം സുതാര്യമാക്കാൻ വിപുലമായ IT സംവിധാനങ്ങളും ടാബുലേഷൻ ക്രമീകരണങ്ങളും സജ്ജമാണ്. ഉത്തരവാദിത്ത കലോത്സവം ആശയത്തിലൂന്നി ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്ന രീതിയിലാണ് ഇത്തവണത്തെ കലോത്സവം. സംസ്ഥാനത്ത് 87 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ കൂടി പ്രവർത്തന സജ്ജമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആകെ 750 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയതെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കോട്ടയം എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in, PB vacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. മകരവിളക്കിനുള്ള തയ്യാറെടുപ്പുകൾ ശബരിമലയിൽ പൂർത്തിയായി. മകരസംക്രമ പൂജ നാളെ വൈകുന്നേരം 3:08 ഭക്തജന ലക്ഷങ്ങൾക്ക് ദർശന സായുജ്യമേകി അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന വൈകുന്നേരം 6:30 നടക്കും. തുടർന്നാണ് മകരജ്യോതി ദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മകരവിളക്ക് മഹോത്സവത്തിന് ഇനി ഒരു രാത്രി മാത്രം ശേഷിക്കെ പൂർണ്ണസജ്ജമായി സന്നിധാനവും അയ്യന്റെ പൂങ്കാവനവും മാളികപ്പുറവും പാണ്ടിത്താവളവും പുല്ലുമേടും ഉൾപ്പെടെ വനവകുപ്പ് അനുവദിച്ചിരുന്ന പൂങ്കാവന പ്രദേശങ്ങളിൽ പർണശാലകൾ ഒരുക്കി ആയിരക്കണക്കിന് ഭക്തരാണ് 3 നാൾ മുൻപ് മുതൽ കാത്തിരിക്കുന്നത്. പേട്ടതുള്ളിയെത്തിയ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘം പമ്പയിലെത്തി ഉച്ചയ്ക്ക് പമ്പ സദ്യ ഒരുക്കി ആദ്യം അയ്യന് വിളമ്പി. വൈകിട്ട് ഈറ്റക്കൊമ്പിൽ ഗോപുരം തീർത്ത് അതിൽ ദീപം തെളിച്ച് പമ്പയിൽ ഒഴുക്കി പമ്പ വിളക്കും നടത്തി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് ബിജെപി നാളെ സംസ്ഥാനത്തെ 10,000 കേന്ദ്രങ്ങളിൽ ശബരിമല സംരക്ഷണ ജ്യോതി തെളിയിക്കും. ബിജെപി ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകർ അണിചേരുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ 3 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി. ജാമ്യാപേക്ഷ കോടതി ഈ മാസം 16 പരിഗണിക്കും. സിപിഐഎം മുൻ എംഎൽഎ ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു. തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ രാപ്പകൽ സമരവേദിയിൽ വെച്ചാണ് ഐഷ പോറ്റി അംഗത്വം സ്വീകരിച്ചത്. കൊട്ടാരക്കരയിൽ നിന്ന് 3 തവണ എംഎൽഎയായ ഐഷ പോറ്റി കഴിഞ്ഞ കുറേ നാളായി സിപിഐഎമ്മുമായി അകന്നു നിൽക്കുകയായിരുന്നു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 56 ദിവസം നീണ്ട മുറജപത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ലക്ഷദ്വീപം നാളെ നടക്കും. നവംബർ 20 ആരംഭിച്ച മുറജപ ചടങ്ങുകൾക്ക് ഒടുവിലാണ് ലക്ഷദ്വീപം തെളിയിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലക്ഷദീപം ചടങ്ങിന്റെ ഭാഗമായി ശ്രീപത്മനാഭസ്വാമിയെയും നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയെയും പുഷ്പാലങ്കൃതമായ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളിക്കും. വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷമാണ് മകരശീവേലി. ഒരു വർഷം 10 തവണയാണ് വിഗ്രഹങ്ങളെ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളിക്കുന്നത്. ഇതിലൊന്ന് മകരശീവേലി ദിവസമാണ്. ലക്ഷദ്വീപവും ശീവേലിയും ദർശിക്കാൻ ഭക്തർക്ക് പാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം തേമ്പാമൂട്, താന്നിമൂട്, നരുവാമൂട്, പാമാംകോട്, തൃക്കണ്ണാപുരം, കുന്നപ്പുഴ എന്നീ പ്രദേശങ്ങളിലൂടെ തിരുമല, പുന്നയ്ക്കാമുകൾ, ബാലരാമപുരം എന്നീ സബ് സ്റ്റേഷനുകളുമായി ബന്ധിപ്പിക്കുന്ന 110 kV പ്രസരണ ലൈനിലൂടെ വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ ഏത് സമയവും വൈദ്യുതി പ്രവഹിക്കും എന്നതിനാൽ ടവറിൽ സ്പർശിക്കുകയോ വളർത്തുമൃഗങ്ങളെ കെട്ടുകയോ ചെയ്യാൻ പാടില്ല എന്ന് KSEB അറിയിച്ചു. ലൈനിൽ നിന്നും ടവറിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിച്ച് നിയമാനുസൃതമായി മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂവെന്നും ലൈൻ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയം ഗാനരചനാ ശില്പശാല സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലുള്ളവർക്കാണ് അവസരം. ശില്പശാലയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് ഈ മാസം 26 ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പുസ്തകങ്ങൾ നമ്മുടെ സുഹൃത്താണെന്നും പുതുചിന്തകൾ മനസ്സിൽ നിറയ്ക്കാൻ വായന സഹായിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ 3 തദ്ദേശ വാർഡുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വിഴിഞ്ഞത്തും പായിമ്പാടത്തും വിജയം നേടി UDF, ഓണക്കൂറിൽ LDFന് വിജയം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ നാളെ തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. മകരവിളക്കിനുള്ള മുന്നൊരുക്കങ്ങൾ ശബരിമലയിൽ പൂർത്തിയായി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദ്വീപം നാളെ. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ 3 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.